നമസ്കാരം, നിഖിലാണ്. നാടൻ ചായയുടെ എല്ലാ പ്രേക്ഷകർക്കും വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ആദ്യത്തെ മത്സരത്തിന് പന്തുരുളാൻ ഇനി കുറച്ച് സമയം കൂടി മാത്രമാണുള്ളത് അല്ലേ. ആദ്യ മത്സരം ആതിഥേയരായ മെക്സിക്കോയും ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയും, ആഫ്രിക്കൻ കരുത്തരായ ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യത്തെ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, ഇനി അങ്ങോട്ട് വരുന്ന ഒരു 39 ദിവസത്തോളം ഈ ഫുട്ബോൾ ആരാധകരൊക്കെ കാത്തിരിക്കുന്ന വലിയ വലിയ പോരാട്ടങ്ങളൊക്കെ നടക്കേണ്ട ദിവസമാണ് എന്തായാലും. അപ്പം ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് എന്തായാലും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ നിന്ന് തുടങ്ങിയാൽ ഇന്ന് ആതിഥേയർ മത്സരത്തിനുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ഹോം അഡ്വാൻറ്റേജ് എന്തായാലും മെക്സിക്കോയ്ക്കുണ്ട്. 3 രാജ്യങ്ങൾ ചേർന്നാണ് ഈ ലോകകപ്പ് നടത്തുന്നത്. അപ്പം ആ ഒരു ഹോം അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കരുത്തുമായിട്ടാണ് പ്രധാനമായും ഈ മെക്സിക്കോ ഇറങ്ങുന്നത്. അപ്പം ആക്രമണ ഫുട്ബോൾ തന്നെയായിരിക്കും അവരുടെ പ്രധാനമായ അവർ കളിക്കളത്തിൽ പുറത്തെടുക്കുക. ആക്രമണ ഫുട്ബോൾ തന്നെ ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം എതിരാളികൾ ദക്ഷിണാഫ്രിക്കയാണ്. ആതിഥേയ ടീമിനെ അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ, അവരുടെ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് എന്തായാലും ദക്ഷിണാഫ്രിക്ക എത്തുന്നത്. അവരും അതായത് കുറച്ച് മധ്യനിരയിലൊക്കെ കളി മെനയുന്ന രീതിയിലുള്ള ഒരു മത്സരമായിരിക്കും എന്തായാലും ദക്ഷിണാഫ്രിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. എന്തായാലും ആദ്യ പോരാട്ടം തന്നെ ശക്തമാകുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയമില്ല അല്ലേ. അപ്പം ഇത്തരത്തിൽ മത്സരങ്ങളൊക്കെ തുടങ്ങുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ ഈ മത്സരം നടക്കുന്ന ആ ഒരു വേദിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം 3 ഉദ്ഘാടന മത്സരങ്ങൾ നടന്ന ഒരു വേദി എന്ന പ്രത്യേകതയുണ്ട് മെക്സിക്കോ സിറ്റിയിലെ ഈ ഒരു സ്റ്റേഡിയത്തിന്. അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായാണ് 3 ഉദ്ഘാടന മത്സരങ്ങൾ, അതായത് ഇതിന് മുൻപുള്ള 2 ഉദ്ഘാടന മത്സരങ്ങൾ കൂടി ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ 3 ഉദ്ഘാടന മത്സരങ്ങൾ നടന്ന ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു സ്റ്റേഡിയം എന്ന പ്രത്യേകത കൂടി എന്തായാലും ഈ ഒരു മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിന് ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പം ഇതാണ് ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരങ്ങളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടിയുണ്ട്, അതായത് പെലെയും മറഡോണയും ഒക്കെ കളിച്ച് അവരുടെ കിരീട നേട്ടത്തിലൊക്കെ നിർണായകമായൊരു സ്റ്റേഡിയം കൂടിയാണ് മെക്സിക്കോ സിറ്റിയിലെ സ്റ്റേഡിയം എന്നൊരു പ്രത്യേകത കൂടി എന്തായാലും ഉണ്ട്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും നിരവധി മത്സരങ്ങൾ നടക്കാനുണ്ട്. പ്രധാനപ്പെട്ട മത്സരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എയിൽ ആണ് മറ്റൊരു ആതിഥേയ രാജ്യമായ കാനഡ ഇറങ്ങുന്നുണ്ട്. നാളെ ജൂൺ 12 ഇറങ്ങുന്നുണ്ട്. ബോസ്നിയയാണ് കാനഡ എതിരാളികളായിട്ട് വരുന്നത്. ഒപ്പം ജൂൺ 13 മറ്റൊരു ആതിഥേയ രാജ്യമായ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പരാഗ്വേയുമായിട്ട് പോരാടാൻ ഇറങ്ങുന്നുണ്ട്. അപ്പം ആതിഥേയ രാജ്യങ്ങൾ ആദ്യ 3 ദിവസങ്ങളിൽ തന്നെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അത് ഹോം ഗ്രൗണ്ടുകളിൽ ഇറങ്ങുന്നതിലൊരു അവർക്ക് അതിൻ്റേതായിട്ട് ഒരു ആധിപത്യം എന്തായാലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എതിർ ടീമുകൾ ഒട്ടും മോശക്കാരല്ല. അപ്പം ആ മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആരാധകരൊക്കെ കാത്തിരിക്കുന്ന പോരാട്ടങ്ങൾ അതിന് ശേഷമാണ് വരാനുള്ളത്. ജൂൺ 14 ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോരാട്ടം ജൂൺ 14 ഗ്രൂപ്പ് ജിയിലെ പോരാട്ടമാണ്. തങ്ങളുടെ ആദ്യ പോരാട്ടത്തിന് വേണ്ടി ബ്രസീൽ അന്ന് ജൂൺ 14 ഇറങ്ങുന്നുണ്ട്. ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. നമ്മൾ കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടതാണ് മൊറോക്കോയുടെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. കാണികളുടെ കയ്യടി നേടിയൊരു ടീമാണ് മൊറോക്കോ. ആ മൊറോക്കോയാണ് ബ്രസീലിൻ്റെ എതിരാളികളായി വരുന്നത്. ഈ ജൂൺ 14 ബ്രസീലിൻ്റെ പോരാട്ടം അതാണ്. അതിൽ നിന്ന് വലിയ പോരാട്ടങ്ങൾ തുടങ്ങുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ മത്സരമുണ്ടെങ്കിലും ജൂൺ 16 മത്സരമാണ് മറ്റൊരു ശ്രദ്ധയാകർഷിക്കുന്ന മത്സരം എന്ന് പറയുന്നത്. അത് ഗ്രൂപ്പ് എച്ചിലാണ് മത്സരം നടക്കുന്നത്. ഫ്രാൻസ്, കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പായ, അതായത് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ കിരീടം നഷ്ടമായ ആ ഒരു ഫ്രാൻസ് 16 പോരാട്ടത്തിന് ഇറങ്ങുന്നുണ്ട്. സെനഗലാണ് ഫ്രാൻസിൻ്റെ എതിരാളികളായി വരുന്നത്. കിലിയൻ എംബാപ്പെ അടക്കമുള്ള താരങ്ങളുടെ മികച്ച ഫോം, അതിൻ്റെ കരുത്തിൽ തന്നെയാണ് എന്തായാലും ഫ്രാൻസ് ഇത്തവണ ഒരു ലോക കിരീടത്തിലേക്ക് മുത്തമിടാൻ എത്തുന്നത് കാര്യത്തിൽ സംശയമില്ല. ഇനി ആരാധകരൊക്കെ കാത്തിരിക്കുന്ന പോരാട്ടമാണ് ജൂൺ 17 നടക്കാനിരിക്കുന്നത്. അത് നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ ഒരു പോരാട്ടമാണ്. അർജൻറ്റീന തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു. ജൂൺ 17 മത്സരം. ഗ്രൂപ്പ് കെയിൽ ആണ് ലയണൽ മെസ്സിയും സംഘവും ഇറങ്ങുന്നത്. അൾജീരിയയാണ് എന്തായാലും ഈ ഒരു മത്സരത്തിൽ അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് വരുന്നത്. ആരാധകരൊക്കെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോരാട്ടമാണിത്. കാരണം നിലവിലെ ചാമ്പ്യന്മാരാണ്. ഖത്തറിൽ കിരീടം ചൂടിയ ടീമാണ് ലയണൽ മെസ്സി നയിക്കുന്ന, ലയണൽ മെസ്സിയുടെ കീഴിലുള്ളൊരു ടീം ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാധകരൊക്കെ വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. ഗ്രൂപ്പ് കെയിലാണ് മെസ്സിയുടെ അർജൻറ്റീനയുടെ മത്സരം വരുന്നത് ജൂൺ 17. അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ ആരാധകർ പ്രധാനമായി ഉറ്റുനോക്കുന്ന 3 ദിവസങ്ങൾ: ഒന്ന് ജൂൺ 14 ബ്രസീലിൻ്റെ മത്സരം, ജൂൺ 16
ഫ്രാൻസിൻ്റെ മത്സരം, ഒപ്പം അർജൻറ്റീനയുടെ മത്സരം ജൂൺ 17 എന്നുള്ളതാണ്. ഒപ്പം തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ മത്സരങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട്. ലാമിൻ യമാലുമായി ഇറങ്ങുന്ന സ്പെയിൻ്റെ ഉണ്ട്, ഇംഗ്ലണ്ടുണ്ട്, ജർമ്മനി, അങ്ങനെ ടീമുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ടീമുകളുടെയൊക്കെ മത്സരം ഇനി വരാനിരിക്കുന്ന ആഴ്ചയുണ്ട്. അപ്പോൾ അതോടുകൂടിയൊക്കെ തന്നെ ഈ ഒരു ഫുട്ബോൾ ലോകം അല്ലെങ്കിൽ ഈ വേൾഡ് ലോകകപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ, ആരാധകർ തമ്മിലുള്ള യുദ്ധങ്ങൾ, അതൊക്കെ ഇനി കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. ആരാധകർ തമ്മിലുള്ള ഫാൻ ഫൈറ്റുകളൊക്കെ ഇനി കൂടിക്കൂടി വരേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള കളം അടുത്ത ദിവസങ്ങളിലൊക്കെ എന്തായാലും ഒരുങ്ങുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് ചില പ്രത്യേകതകൾ കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്നത്തെ മത്സരം മുതൽ ഫിഫ പുതിയ കുറച്ച് നിയമങ്ങൾ, അതായത് പഴയ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി പുതിയ കുറച്ച് നിയമങ്ങൾ എന്തായാലും ഫിഫ കൊണ്ടുവരുന്നുണ്ട് ഇന്നത്തെ മത്സരം മുതൽ. അതിൽ പ്രധാനപ്പെട്ട ചിലതൊന്ന് വാറുമായി ബന്ധപ്പെട്ടതാണ്. വീഡിയോ അസിസ്റ്റ് റെഫറി വാറുമായി ബന്ധപ്പെട്ടതാണ്. വാറിൽ കുറച്ച് പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന് വാറിനെ കൂടുതൽ ഈ കുറ്റമറ്റ രീതിയിലാക്കുന്നതിനുള്ള കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി വാർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വാറുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ ഇന്നത്തെ മത്സരം മുതലുണ്ട്. ഒപ്പം സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇന്നത്തെ മത്സരം മുതൽ ഉണ്ട്. അത് 10 സെക്കൻഡ്, ആദ്യ 10 സെക്കൻഡിൽ തന്നെ, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു താരത്തെ പിൻവലിച്ചാൽ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ആ താരം കളം വിടണം എന്ന നിയമമുണ്ട്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളുണ്ട്. ഒപ്പം സമയം വൈകിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ മാറ്റങ്ങൾ ഫിഫ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ മത്സരം മുതൽ പ്രാവർത്തികമാകുന്നുണ്ട്. ഒപ്പം താരങ്ങൾക്ക് കാലാവസ്ഥ പരിഗണിച്ച് താരങ്ങൾക്ക് മത്സരത്തിനിടയിൽ 3 മിനിറ്റ് അധിക വിശ്രമ സമയം അനുവദിച്ചിട്ടുണ്ട്. 3 മിനിറ്റ് ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് പോലെ അനുവദിച്ചിട്ടുണ്ട്. അതും ഇന്നത്തെ മത്സരം മുതൽ എന്തായാലും പ്രാവർത്തികമാകും. അപ്പം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ വലിയ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള കളം ഒരുങ്ങുകയാണ്. ഇന്ന് ആദ്യ മത്സരം ഒരു തുടക്കം മാത്രമാണ്. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ അപ്പോഴേക്കും കളിയുടെ ആവേശം കൂടുതൽ കനക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല. ദിസ് ഈസ് എം. നിഖിൽ കുമാർ, സൈനിങ് ഓഫ്.